മലയാളി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന് വീക്ഷിക്കുന്ന ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിന്റെ വിശേഷങ്ങളുമായി വിവിധ മേഖലകളിൽ തങ്ങളുടേതായ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, എൻ്റെ പേര് അശ്വിനി മാത്തൂർ. ഞാൻ ഫാഷൻ ഡിസൈനർ കം സ്റ്റൈലിസ്റ്റാണ്. ഞാൻ ഇവിടെ കൊച്ചിയിൽ ഒരു ഫാഷൻ സ്റ്റുഡിയോ ഉണ്ട്. പേര് അശ്വിനി മാത്തൂർ കുത്തിയോ. കൂടുതലും ബ്രൈഡൽ വെയർ ആൻഡ് പാർട്ടി വെയർ ആണ് ചെയ്യുന്നത്. ഞാൻ ഇൻസ്പയർഡ് ആയിരിക്കുന്നത് കൂടുതലും ഇന്ത്യൻ സ്റ്റഫ്സിനോടാണ് കൂടുതൽ ഇഷ്ടം. ലൈക്ക് നമ്മൾ കൂടുതലും ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി, ആരി വർക്ക്, പല രീതിയിലുള്ള ഹാൻഡ് വർക്ക്സ്, ഇന്ത്യൻ വീവ്സ് ആൻഡ് ടെക്നിക്സ് ആണ് കൂടുതലും യൂസ് ചെയ്തേക്കുന്നത്. അതാണ് എൻ്റെ സിഗ്നേച്ചർ എലമെൻറ്റ്. പണ്ടേ മുതൽ എൻ്റെ അച്ഛൻ, ഞാൻ നമ്മൾ ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോഴും ഡ്രസ്സ് സെലക്ട് ചെയ്യണതൊക്കെ കാണുമ്പോൾ എൻ്റെ ഫാദർ പറയും, നിനക്ക് നല്ല കളർ സെൻസ് ഉണ്ട്. പിന്നെ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ഉണ്ടായ ഒരു പ്രചോദനം. എനിക്ക് ഫസ്റ്റ് ഒരു സ്പാർക്ക് എന്ന് പറയുന്നത് അതാണ്. ഞാൻ പഠിച്ചത് BSc ഫാഷൻ ഡിസൈനിങ് ഫ്രം PSG കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോയമ്പത്തൂർ. പിന്നെ PG ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് തന്നെ പേൾ അക്കാഡമിയിൽ ചെന്നൈ. അത് കഴിഞ്ഞ് ഞാനൊരു ഹൈദരാബാദ് ബേസ്ഡ് ഡിസൈനർ ശ്രവൺ കുമാർ എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹീസ് എ സെലിബ്രിറ്റി ഡിസൈനർ. അപ്പം പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത് ഒത്തിരി നല്ലൊരു എക്സ്പോഷർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഞാൻ ലാക്മി ഫാഷൻ വീക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വാങ്കോവർ ഫാഷൻ വീക്ക് അതിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സെലിബ്രിറ്റീസിന് അങ്ങനെ ഡിസൈൻ ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് താപ്സി പന്നു, ഒത്തിരി ഉണ്ട്, ലിസ്റ്റ് എൻഡല്ല. അപ്പം പിന്നെ ഇപ്പോഴും നമ്മൾ സെലിബ്രിറ്റീസിന് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിനൊപ്പം നമ്മൾ സ്റ്റൈലും ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ ഡിസൈനിങ് മാത്രമല്ല, ലൈക്ക് അവർക്ക് എന്ത് ജ്വല്ലറിയാണ് അവർക്കതിന് മാച്ച് ആവുന്നത്, ഈവൻ ഫ്രം എവറിത്തിങ് ഫ്രം ഹെഡ് ടു ടോ. പിന്നെ നമുക്കൊരു ജ്വല്ലറി ലൈനുണ്ട്, മയൂരിക്ക എന്ന് പറഞ്ഞിട്ട്, മയൂരിക്ക ആക്സസറീസ്. എല്ലാ ടൈപ്പ് ഇയറിങ്സ്, അങ്ങനത്തെ ജ്വല്ലറി ഒക്കെ ലഭ്യമാണ്. എവറി ഡിസൈനർ ഹാസ് ദെയർ ഓൺ ഡിസൈൻ എസ്തെറ്റിക് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അവരെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും, അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പം എല്ലാവർക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾ, ഇപ്പം എൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾ ഒബ്വിയസ്ലി എൻ്റെ അടുത്തേക്ക് വരുള്ളൂ ഒരു ക്ലയൻറ്റ്. ഇപ്പോഴാണെങ്കിൽ ഫാസ്റ്റ് ചേഞ്ചിങ് ആണ് ഫാഷൻ എന്ന് പറയണത്. എല്ലാം വീക്കിലേ നമുക്ക് കാണാം, സ്റ്റൈലും ട്രെൻഡും ഒക്കെ ചേഞ്ച് ആവും. നമുക്ക് വി ഹാവ് ടു ബി അപ്ഡേറ്റഡ്. ഇപ്പോൾ കൂടുതലും നമുക്ക് ട്രെൻഡ്സിൽ കാണാൻ പറ്റുന്നത് എന്ന് പറയുന്ന ജ്വൽ നെക്ക് ലൈൻ ആൻഡ് കട്ട് ഔട്ട് സ്ലീവ്സും ക്രോപ്പ് ടോപ്പ്, ഹൈ വേസ്റ്റഡ് സ്കേർട്ട്, ഇതൊക്കെയാണ് പ്രസൻറ്റ് ട്രെൻഡായിട്ട് നിൽക്കുന്നത്. ക്ലയൻറ്റ് പറയുന്നത് ഒബ്വിയസ്ലി ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് നമ്മൾ നോക്കും. പിന്നെ ഇപ്പോഴത്തെ സീസണിലെ കളർ ട്രെൻഡ്സ് നമ്മൾ അവരുടെ അടുത്ത് പറയും. ലൈക്ക് ഇപ്പോഴാണെങ്കിൽ ദിസ് ഇയർ, ഇപ്പോൾ 2016 എൻഡാവാൻ പോവാ, റോസ് ക്വാഡ്സ് ആൻഡ് സെറനിറ്റി ബ്ലൂ, അതൊക്കെ ലൈറ്റ് ഷെയ്ഡാണ്. പക്ഷേ എപ്പോഴും നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുന്ന കളറ് നമ്മൾ സെലക്ട് ചെയ്യാറാണ് പതിവ്. ലൈക്ക് ബിക്കോസ് റെഡൊക്കെ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് നല്ലതായിട്ട് പോകും. ബ്രൈഡൽസിന് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത് ഫ്ലോർ ലെങ്ത് അനാർക്കലീസ്, ഇന്ത്യൻ ഗൗൺസ്, ഈവൻ വെസ്റ്റേൺ ഗൗൺസ് ഓൾസോ നമ്മൾ ചെയ്യും. ബ്രൈഡൽ ലെഹങ്കാസ് ആണ് ഹൈലൈറ്റ്. ഞാൻ കളർ ട്രെൻഡ്സിൽ ഒത്തിരി വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇന്ത്യൻ സ്കിൻ ടോണും നമ്മുടെ പുറം രാജ്യത്തുള്ള ആൾക്കാരുടെ സ്കിൻ ടോണും നമ്മൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ഫോട്ടോസിൽ കാണുന്ന പോലെ
ആയിരിക്കില്ല അവർ അത് ഇട്ട് കഴിയുമ്പോൾ ഉള്ള ലുക്ക് വേറെയാണ്. ചില ക്ലയൻസ് വരുമ്പോൾ നമ്മുടെ അടുത്ത് പറയും നമുക്ക് വണ്ണം കൂടുതലാണ്, അതുകൊണ്ട് അതിനനുസരിച്ച് വേണം ഡിസൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് ലെഹങ്ക ചേരുമോ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം ലെഹങ്ക ചേരും, ഒബ്വിയസ്ലി നിങ്ങൾക്ക് ലെഹങ്ക ചേരും. നിങ്ങൾക്ക് സൈഡിൽ ഇപ്പോൾ നിങ്ങളുടെ സൈഡ് ആയിട്ടായിരിക്കണം ഹാൻഡ് വർക്ക് വരേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങളെ മെലീച്ച് തോന്നിക്കും. രണ്ട് സൈഡിൽ കേർവ്ഡ് ആയിട്ട് ഹാൻഡ് വർക്ക് വരുമ്പോൾ നിങ്ങളെ മെലീച്ച് തോന്നിക്കും. പിന്നെ മെലിഞ്ഞവർ വരും, എനിക്ക് വണ്ണം തോന്നിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ വണ്ണം തോന്നിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള സ്കേർട്ട്സ് ഇടുക, കുറച്ച് ഫ്ലെയർഡ് ആയിട്ടുള്ള സ്കേർട്ട്സ് ഇടുമ്പോൾ ഇറ്റ് ലുക്സ് നൈസ് ഓൺ ദം. ചില ക്ലയൻസിന് ദേ വോണ്ട് ഹാവ് എനി ഐഡിയ ലൈക്ക് എന്ത് കളറായിരിക്കും അവർക്ക് ചേരുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കളർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അയ്യോ അത് ചേരുമോ എന്ന് അവർ ചോദിക്കും. ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെഡ്, അവർ ചില ക്ലയൻസിനുണ്ട് അവർക്ക് റെഡ് ഇഷ്ടമേ അല്ല, പക്ഷെ ഞാൻ റെഡ് തന്നെ ചെയ്ത് കൊടുത്തിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക്. ചെറുപ്പത്തിലേ മുതൽ ഫാദർ നല്ല സപ്പോർട്ടീവായിരുന്നു. ഫാദർ എപ്പോഴും ഒരു ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറയും നിനക്ക് നല്ല കളർ സെൻസ് ഉണ്ട്, നീ സെലക്ട് ചെയ്യുന്നതൊക്കെ നല്ലതാണ് എന്ന് പറയും. ഒത്തിരി ഡ്രസ്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു ചെറുപ്പത്തിലെ. ഡ്രസ്സിങ് ചെയ്യാൻ, ഡ്രസ്സ് ചെയ്തൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സോ എല്ലാവർക്കും ഞാൻ ഇടുന്ന ഡ്രസ്സുകൾ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും ഹായ് എവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ അതൊക്കെയാണ് എന്നെ ഒരു ഫാഷൻ ഡിസൈനിങ് പഠിക്കാനുള്ള ഒരു പ്രചോദനമായത്. പിന്നെ ഞാൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അപ്പം അതൊക്കെയാണ് ഫാഷൻ ഡിസൈനിങ്ങിട്ട് വരാനുള്ള പ്രചോദനം. പിന്നെ ഞാൻ അപ്പം BSc ഫാഷൻ ഡിസൈനിങ് PSG കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോയമ്പത്തൂരിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്നൈയിൽ PG ഡിപ്ലോമ പേൾ അക്കാഡമി ഓഫ് ഫാഷൻ ഡിസൈനിങ്. പിന്നെ ഞാൻ സെലിബ്രിറ്റി ഡിസൈനർ ശ്രവൺ കുമാറിൻ്റെ അടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹീസ് എ ഹൈദരാബാദ് ബേസ്ഡ് ഡിസൈനർ. പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് എനിക്ക് ലൈക്ക് ലാക്മേ ഫാഷൻ വീക്കിൽ വർക്ക് ചെയ്യാൻ പറ്റി. ആൻഡ് ഓൾസോ വാങ്കോവർ ഫാഷൻ വീക്ക്, അത് നമ്മൾ ഫുൾ കളക്ഷൻ ഞാനാണ് ചെയ്തിരുന്നത്. സോ അത്രയും നല്ല എക്സ്പോഷറൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. ആൻഡ് ഓൾസോ ഞാൻ സെലിബ്രിറ്റീസിന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് കൗണ്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, അത്രയധികം സെലിബ്രിറ്റീസിന് ഡിസൈൻ ചെയ്യാനുള്ള ഒരവസരവും ലഭിച്ചിട്ടുണ്ട്. ഓൾസോ ഇപ്പോൾ കൊച്ചിയിലുള്ള എൻ്റെ സ്റ്റുഡിയോയിലും ലൈക്ക് ഞാൻ സെലിബ്രിറ്റീസിന് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഈവൻ ക്ലയൻസിനൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുക മാത്രമല്ല, ഒരു ഡ്രസ്സ് ആ ഒരു ഔട്ട്ഫിറ്റ് ഡിസൈൻ ചെയ്യുക മാത്രമല്ല, അത് ഞാൻ സ്റ്റൈലും ചെയ്ത് കൊടുക്കാറുണ്ട്. ഈവൻ ഐ സജസ്റ്റ് ഈ പറയുന്ന ജ്വല്ലറി, ഹെഡ് ടു ടോ എവറിത്തിങ് ഐ സജസ്റ്റ് ദം. ഈവൻ മേക്കപ്പ് നമ്മൾ പറയാറുണ്ട്. എല്ലാവർക്കും ഉണ്ടാവും അവരുടേതായ പ്രത്യേകത, വാട്ട് ദേ ആർ പാഷനേറ്റ് അബൌട്ട്. അതിൽ നിങ്ങൾ വർക്ക് ചെയ്യുക നന്നായിട്ട്.